റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. നിരന്തരം വർഗീയത പറയുന്ന സംഘപരിവാർ അഭിഭാഷകന് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ്ങ്. വഴിക്കടവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് ആർ കൃഷ്ണരാജിനെ മാറ്റിയ ഭരണസമിതി തീരുമാനം തദ്ദേശ വകുപ്പ് സ്റ്റേ ചെയ്തു. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. തദ്ദേശ വകുപ്പിന്റെ സ്റ്റേ വന്നതോടെ ആർ കൃഷ്ണരാജിന് പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി തുടരാം. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, മുസ്ലിം ലീഗാണ്. അപ്പോൾ ലീഗ് എടുത്ത തീരുമാനമാണെന്നത് വിവാദമായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. പിന്നീട് നേതാവ് തന്നെ വന്ന് പുറത്തെ കാര്യങ്ങൾ പറയുകയും അത് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും മാറ്റാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇടതു സർക്കാരിന്റെ പഞ്ചായത്ത് വകുപ്പിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കൃഷ്ണരാജിനെ മാറ്റിയ പഞ്ചായത്തിന്റെ നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണോ? അത് റദ്ദാക്കിക്കൊണ്ട് അയാൾക്ക് തുടരാം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏറെ രാഷ്ട്രീയ വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി സംഘപരിവാർ അഭിഭാഷകനായ ആർ കൃഷ്ണരാജിനെ നിയമിച്ചത്. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാവുകയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയോട് സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് ആർ കൃഷ്ണരാജിനെ മാറ്റാൻ പറയുകയും മാറ്റുകയും ചെയ്തതാണ്. ആ മാറ്റിയ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനത്തിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സമീപിക്കുകയായിരുന്നു. മിടുക്കനായ ഹൈക്കോടതിയിൽ നല്ല രീതിയിൽ കേസുകൾ വാദിക്കുന്ന ആർ കൃഷ്ണരാജിനെ മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു റിപ്പോർട്ടും വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ നൽകി. ഇതിനൊപ്പം മലപ്പുറം ജില്ലയിലെ തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ ഒരു റിപ്പോർട്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കിട്ടി. ആ റിപ്പോർട്ടിലും പറയുന്നത് ആർ കൃഷ്ണരാജ് മികച്ച ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്തിന് വേണ്ടി എല്ലാ കേസുകളും നല്ല രീതിയിൽ വാദിക്കുന്ന ആളുകളാണ് എന്നൊരു റിപ്പോർട്ട് കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കിട്ടി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ സ്റ്റേ ഉത്തരവിൽ വളരെ നീണ്ട ഒരു സ്റ്റേ ഉത്തരവാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിനെതിരായ കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ പല കേസുകളുമുണ്ട്. ആ കേസുകളിൽ കൃഷ്ണരാജ് തന്നെ അവിടെ അപ്പിയർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് സ്വാഭാവികമായും ചിലപ്പോൾ മന്ത്രി MP രാജേഷ് അറിഞ്ഞിട്ടുള്ള ഒരു തീരുമാനം ആകാനുള്ള വഴിയില്ല. കാരണം രാഷ്ട്രീയമായി ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് CPIM-ഉം LDF-ഉം UDF-നെ അടിക്കാനുള്ള ഒരു വടിയായി കണ്ട ഒരു ആയുധം കൂടിയായിരുന്നു ആർ കൃഷ്ണരാജിന്റെ നിയമനം. പക്ഷേ ആ നിയമനത്തെ അതിനെ മാറ്റാൻ വഴിക്കടവ് പഞ്ചായത്ത് തീരുമാനിച്ചപ്പോൾ ആർ കൃഷ്ണരാജ് എന്ന നിരന്തരം വർഗീയത പറയുന്ന കാസ പോലുള്ള സംഘടനകൾക്ക് വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി നൽകുന്ന ഒരു അഭിഭാഷകനെ മാറ്റിയ തീരുമാനം LDF ഭരിക്കുന്ന CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ MP രാജേഷ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്റ്റേ ചെയ്തു എന്ന ഒരു വളരെ നിർണായകമായ ഒരു വിവരമാണ്, അതിൻ്റെ ഉത്തരവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഡോക്ടർ അരുൺകുമാർ, അതെന്തായാലും വിചിത്രമാണ്. അന്ന് LDF-ഉം CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളും എല്ലാം ഈ വിഷയത്തിൽ നമ്മളുടെ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് മുസ്ലിം ലീഗിനെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയത്. ഒടുവിൽ ലീഗിൻ്റെ നേതാവ് തന്നെ വന്ന് കൃഷ്ണരാജിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞു. പക്ഷേ കൃഷ്ണരാജിനെ മാറ്റിയ തീരുമാനം വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറിയും പിന്നീട് ഇപ്പോൾ പഞ്ചായത്ത് വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് അത് തിരിച്ചയച്ചിരിക്കുന്നു. അങ്ങനെ മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു പറയുമ്പോൾ അത് വിചിത്രമാണ്. അത് ഇടത് സർക്കാരിൻ്റെ വകുപ്പിൽപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇത് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഇത് മന്ത്രി അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമല്ലേ. അപ്പോൾ ഇത് പഞ്ചായത്ത് വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതിരിക്കുമോ? ഇതേപോലൊരു കേസ് വരുമ്പോൾ ഇത് മറ്റേതെങ്കിലും ഒരു സാധാരണ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ മാറ്റുന്നത് പോലെ അല്ലല്ലോ. വാർത്ത വന്ന് വിവാദമായതിനെ തുടർന്നാണ് കൃഷ്ണരാജിനെ മാറ്റുന്നത്. അങ്ങനൊരു തീരുമാനം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലാതെ എങ്ങനെയാണ് വരുന്നത്? റഹീഷ്,
അതാണ് അരുൺ ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നവും. സാധാരണഗതിയിൽ ഇത്തരം ചില തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ വകുപ്പ് സെക്രട്ടറി തലത്തിലൊക്കെ എടുക്കുന്നതാണ് എന്ന് വിചാരിക്കാം. പക്ഷേ ആർ കൃഷ്ണരാജിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് വലിയ വിവാദമായ ഒരു വിഷയമാണ്. മറ്റൊന്ന്, കേരളത്തിലെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയം വിലയിരുത്തുന്ന, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം വിലയിരുത്തുന്ന, അത് നോക്കിക്കാണുന്ന ആർക്കും അറിയാവുന്ന ഒരു ഫേസാണ് ആർ കൃഷ്ണരാജ്. കാരണം അദ്ദേഹം വായെടുത്താൽ ആ രീതിയിൽ മറ്റ് മതവിഭാഗങ്ങൾക്കെതിരെ വർഗീയത പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ആർ കൃഷ്ണരാജിന്റെ നിയമനം അന്ന് വിവാദമായത്. അതല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലിയായ ഒരു അഭിഭാഷകൻ ആ പദവിയിൽ ഇരിക്കുന്നു എന്നതിനപ്പുറം നിരന്തരം വർഗീയത പറയുന്ന ഒരാൾ ആ പദവിയിൽ ഇരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്ന് വിവാദമുണ്ടാകാൻ കാരണം. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇത്തരം ഒരു കാര്യം അറിയാത്ത ഉദ്യോഗസ്ഥരായിരിക്കില്ല ഈ തീരുമാനവും എടുത്തത്. സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് മന്ത്രിയുടെ മുമ്പിലേക്കൊക്കെ എത്തിയിട്ടെടുക്കേണ്ട ഒരു തീരുമാനം. അങ്ങനെ എത്തിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സാമാന്യ ബുദ്ധി വെച്ചിട്ട് അങ്ങനെ മന്ത്രിയുടെ മുമ്പിലെത്തിയ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരാനുള്ള സാധ്യത തീരെ കാണുന്നില്ല. കാരണം ഇത് രാഷ്ട്രീയ വിവാദമാകുമെന്ന് ഉറപ്പാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്, എന്തുകൊണ്ടാണ് ഭരണസമിതി എടുത്ത ഒരു തീരുമാനത്തെ വെല്ലുവിളിച്ച് മന്ത്രിക്ക് അല്ലെങ്കിൽ വകുപ്പിന് കത്തെഴുതി ആ തീരുമാനം റദ്ദു ചെയ്യിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയതെന്ന് അറിയണം. ഒപ്പം വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിന്തുണയായി മലപ്പുറത്തെ തദ്ദേശ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉണ്ട് എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ആ രണ്ട് ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തി എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. എന്നാലും ഇതിന് പഞ്ചായത്ത് വകുപ്പ് മന്ത്രി മറുപടി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ വിവാദമുണ്ടായതാണ് ആ നിയമനം. ആ വിവാദം പിന്നീട് CPM അടക്കം വിമർശിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് തന്നെയുള്ള ഉദ്യോഗസ്ഥർ ആ കൃഷ്ണരാജിനെ അവിടെ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വല്ലതും വകുപ്പ് മന്ത്രി അറിയുന്നുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു വീഴ്ചയാണോ, അതല്ല ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടോ, അതാണ് അറിയേണ്ടത്. സംഘപരിവാർ അനുകൂലിയായ ഒരു അഭിഭാഷകനെ ലീഗ് അവരുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റിയിട്ടും സർക്കാർ എന്തുകൊണ്ട് മാറ്റുന്നില്ല? ചോദ്യം പ്രസക്തല്ലേ?